ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് കുറച്ച് നാൾ മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ വ്ളോഗൊക്കെ എടുക്കാൻ തുടങ്ങിയ സമയത്ത് എടുത്തു വെച്ച കുറച്ച് ക്ലിപ്സാണ്. ഒരു സൺഡേ നമ്മുടെ മാർച്ച് മാസത്തിലാണേ. അപ്പോൾ ഇതെനിക്ക് കളയാൻ തോന്നിയില്ല. ഞങ്ങളെ കാലത്ത് ഞങ്ങളിരുന്ന് പാട്ട് പാടുന്നതും അങ്ങനത്തെയൊക്കെയുള്ള കുറച്ച് ക്ലിപ്സാണ്. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു എനിക്ക് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണം, എനിക്കിതൊരു മെമ്മറി ആയിട്ട് എടുക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാട്ടോ. എനിക്ക് ടാറ്റു വരയ്ക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ സിംന? ടാറ്റു വരയ്ക്കണ്ട ഈ വർഷം. എന്താ വരയ്ക്കണ്ടേന്ന് തീരുമാനിക്കാത്ത. സഞ്ജു കൂടി ഉണ്ടെങ്കിൽ സഞ്ജുവിനെ കൊണ്ട് ചെയ്യിക്കാറ്. അവൻ പോയില്ലേ. അബ്ചേട്ടൻ എല്ലാവരെക്കാളും നേരെ തിരിച്ചാണ് കേട്ടോ. സാധാരണ സൺഡേസിൽ എല്ലാവരും നന്നായി കിടന്ന് ഉറങ്ങില്ലേ. അബ്ചേട്ടൻ സാധാരണത്തെക്കാളും നേരത്തെ എഴുന്നേക്കും സൺഡേ. അതെന്താന്ന് അറിഞ്ഞൂടാ. മെയിനായിട്ട് ഞങ്ങളുടെ കാറ് നൈറ്റിൽ ചാർജ് ചെയ്യാൻ ഇടില്ല. ഞങ്ങളുടെ ഇലക്ട്രിക് കാറാണേ. അപ്പൊ അബ്ചേട്ടൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ എണീറ്റിട്ട് ചാർജ് ചെയ്തിട്ട് കുത്തിയിട്ട് കുറേ നേരം ഇങ്ങനെ കുത്തി കിടക്കണം. കാരണം അത്രയും ചാർജ് ചില ദിവസങ്ങൾ ഇറങ്ങാറില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ എണീക്കുന്നത്. അപ്പൊ പിന്നെ ഈ ബുള്ളറ്റ് വാങ്ങുന്നതിന് മുന്നുള്ള ഒരു പ്രഹസനങ്ങളാണ് ഇതെല്ലാം. സെക്കൻഡ് ഹാൻഡ് മേടിച്ചത് വിറ്റതാണ്. അപ്പൊ ഞാൻ പറയും വേണ്ട, ചേട്ടൻ തണ്ടൽ വേന ഉള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അബ്ചേട്ടനെ കൺവിൻസ് ചെയ്യാന്നൊക്കെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്നെ സോപ്പിടാനാണ് ഇരിക്കുന്നത്. ആൾക്ക് നല്ല ആഗ്രഹം ഉണ്ടെന്ന് എനിക്കും അറിയാം. പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ. പക്ഷെ ആളതിങ്ങനെ കൺവിൻസ് ചെയ്യാനുസരിച്ച് കുറച്ചും കൂടി ഒന്ന് സ്റ്റേബിൾ ആയിട്ട് മതി എന്നായിരുന്നു. കാരണം നമുക്ക് ടൈമില്ല ഒന്നാമത് ബുള്ളറ്റുമ്പോൾ പോകാനായിട്ട്. അതൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്ന കാരണങ്ങൾ. പക്ഷെ അബ്ചേട്ടൻ്റെ ആഗ്രഹം ഭയങ്കര വലുതായതുകൊണ്ട് പിന്നെ മേടിച്ചു കേട്ടോ. അതിന് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇരുന്ന് ഇതേ അബ്ചേട്ടൻ്റെ വക ഡ്രോയിങ് ഒരു വീടിൻ്റെ, നമ്മൾ പണ്ടത്തെ വീടിൻ്റെ പടങ്ങളാണ് ഈ വരയ്ക്കുന്നത്. ഓല ഓടാ ടാറ്റയുടെ ജനല ടാറ്റയുടെ ഇല്ല, പിന്നെ ഇത് മരത്തിൻ്റെ നാലുള്ളി. ഇതൊക്കെ നമ്മൾ വീട് വരയ്ക്കുമ്പോൾ സൈഡിൽ ഒരു തെങ്ങ് വേണമല്ലോ. അപ്പം ഞാൻ തെങ്ങില്ലേന്ന് ചോദിച്ചപ്പോൾ ആൾ തെങ്ങും വരച്ചു കേട്ടോ. എന്ത് പറഞ്ഞാലും ചെയ്യാൻ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഓല മാറ്റി വാഴ നാളികേരവും സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ, എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. തകമസി പൊരുളേ അമ്പിയേ, പാദമിഴികൾ തുറന്നീടണേ. കരയിൽ സാമിതൻ പൊന്മണിമേട്, അണ്ണണി നമലമേലെ കർപ്പൂര കടവ്. കരയിൽ സാമിതൻ പൊന്മണി. ഇത് ആമീനെ ആദ്യം അച്ഛൻ്റെ പാട്ട് കേൾക്കാൻ എണിപ്പിച്ച് കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട് ഉറക്കത്തിന്ന്. അപ്പോൾ അതൊരു പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം അയ്യോ ഞാൻ വ്ളോഗ് എടുക്കണ്ടല്ലോ എന്ന് ഓർത്തേട്ടോ. എന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് പകർത്തിയതാണ്. ഒരു പാട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. വേറെയും പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു. കൃഷ്ണൻ്റെ പാട്ടൊക്കെ പാടിയതിന് ശേഷമാണ് സാമവേദത്തിലേക്ക് എത്തിയത്. അപ്പോൾ എവിടെ നിന്ന് എണീറ്റു. അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ, കാലത്ത് പണികളുണ്ടല്ലോ. അപ്പോൾ അബ്ചേട്ടന് കാലത്ത് സൈറ്റിൽ പോകാനുണ്ടായിരുന്നു. ചില ദിവസങ്ങൾ സൺഡേസിലും പോകേണ്ടി വരാറുണ്ട്. അപ്പം ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കി. അന്നെന്തോ ദോശയും ചട്നി തന്നെയായിരുന്നു തോന്നണം കേട്ടോ. ദോശയും ചമ്മന്തിയും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ വേഗം അവർക്ക് ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരിക്കലൊക്കെ കുറവാണ്. അത് ചിലപ്പോൾ രാത്രികളിൽ ഇരിക്കാറുള്ളൂ. കാലത്ത് ഞാൻ ദോശ ഉണ്ടാക്കുമ്പോൾ ചൂടോടെ കഴിക്കണമല്ലോ. നല്ല ചൂടാണ്. അപ്പോൾ വിയർത്ത് കുളിച്ച് പുറത്തുള്ള അടുക്കളയിലാണ് കുക്ക് ചെയ്യുന്നത്. അവിടെ ഫാനൊന്നുമില്ല. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചു. അബ്ചേട്ടൻ പിള്ളേരും കഴിച്ചേ. അപ്പോൾ അബ്ചേട്ടൻ ഞാൻ ചോദിച്ചോട്ടെ അതെ എവിടേക്കാ ചുള്ളനായിട്ട് പോകുന്നേ. നല്ല ഹാൻഡ്സമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. എനിക്കും അവസരം കിട്ടുകയാണെങ്കിൽ എനിക്ക് സൈറ്റുകളായാലും എനിക്കിങ്ങനെ പോകാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അബ്ചേട്ടൻ്റെ കൂടെ കറങ്ങാൻ പോകാൻ. പക്ഷേ വീട്ടിലത്തെ പണികൾ ചെയ്യണമല്ലോ. പിന്നെ ഒരു മാർച്ച് മാസം ആയതുകൊണ്ട് തന്നെ പിള്ളേർ എക്സാം ടൈമൊക്കെ ആയിരുന്നു, പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ ഞാൻ അവിടെ പഠിപ്പിക്കാനൊക്കെ അവർ ഇരുത്തി. അപ്പോൾ ചിക്കൻ മേടിച്ചോണമെന്നുണ്ടായിരുന്നു. ചിക്കൻ മേടിച്ചോണ്ടല്ല, ചിക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഒരു ബിരിയാണി വെക്കാനായിട്ട് ഒരു കിറ്റ് കിട്ടിയിട്ടുണ്ട്, അബ്ചേട്ടൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് വെക്കാനായിട്ടാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ അബ്ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറയാം പൊക്കോ, കാരണം ആളെന്താണെന്ന് വെച്ചാൽ വണ്ടി ഇവിടെ റെഡിയാക്കിയിട്ടിട്ട് സ്റ്റാർട്ടാക്കിയിട്ടിട്ട് ഫോം വിളിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു ഗേറ്റ് അടച്ച് ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ടിരിക്കാം. അങ്ങനെ അബ്ചേട്ടനൊക്കെ പറഞ്ഞു വിട്ട് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു. ദോശ തന്നെ. അപ്പോൾ ഉപ്പുമുളകും വെച്ചോണ്ട് തന്നെ ഞാൻ ഈ കസേരയിൽ വന്നിരുന്നു. ഇങ്ങനെ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ നല്ല സുഖം. എന്താണെന്ന് വെച്ചാൽ ഫുൾ ഫ്രീ ആയിട്ട് ഞാനായിട്ട് ഇങ്ങനെ എനിക്ക് കസേരയിൽ ഇങ്ങനെ ഇരുന്ന് കാല് താഴേക്ക് ഇട്ടിങ്ങനെ അങ്ങനെ ഇരുന്ന് കഴിക്കുന്നതിനേക്കാൾ എനിക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഇഷ്ടത്തിന് ഫുഡ് കഴിച്ചു. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ഇരുന്ന് കഴിക്കാറില്ല. ഞാൻ മേശമേ ഇരുന്ന് എന്തെങ്കിലും യൂട്യൂബ് ചാനൽ എന്തെങ്കിലും വെച്ചിട്ടിരുന്ന് ഫുഡ് കഴിക്കാറ്. ഇന്നെന്തോ അങ്ങനെ കഴിക്കാൻ തോന്നി അങ്ങനെ കഴിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ കിറ്റ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ ചിക്കനൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു ടാസ്ക്കായി. അതുകൊണ്ട് തന്നെ അത് ഫ്ലോപ്പുമായി. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആ മസാലയിൽ ഇപ്പോൾ റെഡി ടു കുക്ക് എന്നൊക്കെ പറയില്ലേ, ജസ്റ്റ് ഒരു വിസിലടിച്ചാൽ മതി, സംഭവം റെഡിയാണ്. അതിൽ എഴുതിയിട്ടുണ്ട് ഫുള്ള് ഇൻഫർമേഷൻ, എന്താ ചെയ്യേണ്ടതെന്ന് ഫുള്ള് അവർ എഴുതിയിട്ടുണ്ട്. പക്ഷെ ചിക്കനും കൂടി ഇടാനുള്ള ഇതാണ് അവർ തന്നേക്കുന്നത്. അപ്പം ഞാൻ കരുതി ചിക്കൻ ഇടാണ്ട് അതിനനുസരിച്ച് വെള്ളം കുറച്ച് വെച്ചാൽ മതി എന്നൊക്കെ ഞാൻ കരുതിയത്. അങ്ങനെ അത് കുക്കറിൽ ഇട്ടു കേട്ടോ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആ ചിക്കനും കൂടിയുള്ള മസാലകൾ ഉള്ളത് കൊണ്ട് തന്നെ ചോറ് മാത്രമേ നമ്മൾ വേവിക്കുമ്പോൾ ഭയങ്കര മസാല നിറഞ്ഞൊരു റൈസായിരുന്നു. അതുകൊണ്ട് തന്നെ പറയും ഞാനത് ഫ്ലോപ്പായിരുന്നു കേട്ടോ. കാരണം ചിക്കൻ ഇട്ടിട്ടാണ് ഇതിൻ്റെ കൂടെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നന്നായേനെ. ഒരു ചെട്ടിനാട് ബിരിയാണിയുടെ ഒരു കൂട്ടായിരുന്നു. കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് നോർമൽ ഒരു ചിക്കൻ കറി വെക്കാനായിരുന്നു കേട്ടോ പ്ലാൻ. എന്താണെന്ന് വെച്ചാൽ അബ്ചേട്ടന് വേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കറി കൂട്ടി കഴിക്കാമല്ലോ, ചിക്കൻ കൂട്ടി കഴിക്കാമല്ലോ. പിന്നെ ചിക്കൻ വറക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ചിക്കൻ ഫ്രൈയുടെ ഫാനാണ്. അപ്പോൾ അവൻ എയർ ഫ്രയറിൽ വറക്കാമല്ലോ, അപ്പോൾ എണ്ണ ഒന്നും അധികം യൂസ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെയാണ് ചെയ്തത്. അപ്പം ഞാൻ ചിക്കൻ 3-4 വട്ടമൊക്കെ കഴുകും കേട്ടോ. ഓരോന്നെടുത്ത് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞ് കുറേ പ്രാവശ്യം കഴുകിയിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ അതെ നല്ല ഭംഗിയിലേ അരിഞ്ഞ് വെച്ചുള്ളത് കാണാൻ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കാണാൻ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊക്കെ അരിഞ്ഞ് വെച്ചേക്കുന്നത്. അങ്ങനെ ഞാൻ വലിയ ചട്ടി വെച്ചിട്ട് നോർമലൊരു ചിക്കൻ കറിയാണ് വെച്ചത്. ഇവിടെ എല്ലായിടത്തും വെക്കുന്ന ഒരു രീതി, അങ്ങനെ തൃശ്ശൂർ രീതി നല്ല എൻ്റെ അമ്മയൊക്കെ വെക്കുന്ന ഒരു രീതിയിലാണ് വെച്ചത്. ഈ ചട്ടിയിൽ ഇങ്ങനെ ഇളക്കുമ്പോഴേ പണ്ടൊക്കെ അമ്മ വല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ കുക്ക് ചെയ്യണ ഒരു ഫീൽ വരും കേട്ടോ. ഉരുളിയിലൊക്കെ ഇളക്കുമ്പോഴത്തെ ഒരു സൗണ്ടല്ലേ ഇത്. അങ്ങനെ സബോളയൊക്കെ അരിഞ്ഞ് നല്ല ഭംഗിയിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ പ്രീതിയുടെ സോഡിയാക്ക് ഉണ്ട്. അപ്പോൾ അതിലരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നൈസായിട്ട് കിട്ടും. പക്ഷെ ഞാനത് പാത്രം കഴുകേണ്ട മടിക്ക് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിലാണ് അരിയുക. അത് ഒരേ അളവിൽ നമുക്ക് അരിഞ്ഞ് കിട്ടും. പിന്നെ മറ്റേ സബോള മുരിച്ചിട്ടൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അത് കുറച്ചും കൂടി നല്ലത് അതിൽ ചെയ്യണതാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നിപ്പോൾ അതിലൊന്നും ചെയ്യാൻ മെനക്കെട്ടൊന്നുമില്ല. ഞാൻ വീഡിയോ കണ്ടപ്പോൾ ഓർത്ത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ അന്നാ കറി വെച്ച്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കില്ലേ, എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാനും ചെയ്തു. ജസ്റ്റ് ചെറിയ മസാലകൾ മാത്രം ഇട്ടിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ അതിലെല്ലാ മസാലയും പിടിക്കും ചിക്കനിൽ. അപ്പോൾ ആ ഒരു എയർ ഫ്രയറിലെല്ലാം ഞാൻ ഫസ്റ്റ് ഒരു സെറ്റ് കറിയിലേക്കുള്ളതൊക്കെ ഞാൻ വറുത്തെടുത്തു കേട്ടോ. അത് കഴിഞ്ഞത് ചിക്കൻ വറുക്കാനായിട്ടുള്ള മസാലയാണ് കൂട്ടുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടായിരുന്നില്ല. അന്നാണെങ്കിൽ എരിവുള്ള മുളക് പൊടിയായിരുന്നു. ഇപ്പോഴത്തെ മുളക് പൊടിക്ക് ഭയങ്കര എരിവാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ മസാലയൊക്കെ കൂട്ടി. എൻ്റെ ധൈര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടി ഒരു ചിക്കൻ ഫ്രൈക്കുള്ള മസാലയൊക്കെ കൂട്ടി വെച്ചു കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ വരഞ്ഞ് സെറ്റാക്കിയിട്ടാണ്. ആദ്യം ലെഗ് പീസിൻ്റെ ആളാണ്, ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ലെഗ് പീസിൻ്റെ ഒരു ലെഗിൻ്റെ ആൾ ആദ്യം ഒരു ലെഗ് ഞാനും കഴിക്കും. ഇല്ല എനിക്ക് അങ്ങനെ ചില സമയത്ത് തോന്നുമ്പോൾ ഞാൻ 2 ലെഗ് അവൻ തന്നെ കൊടുക്കും. പക്ഷെ അത് 2 പ്രാവശ്യമായിട്ട് വറുത്ത് കൊടുക്കുക ചെയ്യാം കേട്ടോ. അങ്ങനെ ചിക്കൻ കറിയിലേക്കുള്ളതാണിക്കല്ല, ചിക്കൻ ഫ്രൈയിലേക്ക് ഇടാനായിട്ടാണ് കേട്ടോ. ചിലയിടത്തൊക്കെ ഇങ്ങനെ കാണില്ലേ പെരുംജീരകം ചതച്ചിടുന്നത്, വെറുതെ ഒരു രസത്തിന്. ഞായറാഴ്ചയല്ലേ, ഇപ്പോൾ പ്രത്യേകിച്ച് പണിയില്ല എന്ന് ഞാൻ പറയില്ല, എങ്കിലും ഒരു സ്ലോ മോഷൻ്റെ ഡേ ആയിരുന്നു കേട്ടോ. അല്ല സൺഡേ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിലേക്ക് പെരുംജീരകമൊക്കെ ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. പെരുംജീരകത്തിൻ്റെ പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പൊടിക്കാനുള്ള മടിക്കും കൂടിയാണെന്ന് പറയാം. അതെ മസാലയൊക്കെ കൂട്ടി കുറച്ച് നേരം ഞാൻ ഫ്രീസറിലേക്ക് ഇട്ട് മാറ്റി വെച്ച മസാലയൊക്കെ നന്നായി പിടിക്കുന്നല്ലേ പറയാം. അങ്ങനെയല്ലേ നമ്മുടെ പലരും കുക്കിംഗ് എക്സ്പേർട്സൊക്കെ പറയുന്നത് കേട്ടേക്കുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ വെച്ച് പിന്നെ ഞാൻ ചിക്കൻ കറിയൊക്കെ സെറ്റ് ചെയ്യാൻ പോയിട്ടോ. നല്ല ചൂടാണ്. അപ്പോൾ എക്സോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അല്ലാതെ ഇട്ടിട്ടാണ് നിന്ന് കുക്ക് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒന്നും ഞാൻ പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെ കറിയൊക്കെ സെറ്റ് ചെയ്തു, ഞങ്ങൾ കഴിച്ചു. അബ്ചേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അബ്ചേട്ടന് വെയിറ്റ് ചെയ്തൊന്നുമില്ല, അബ്ചേട്ടൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും പിള്ളേരും കൂടെ കഴിച്ചു. അപ്പോൾ അത് കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം. അപ്പം ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസൊക്കെ ഉള്ളൊരു സമയമായിരുന്നേ. അതുകൊണ്ട് തന്നെ പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോൾ എനിക്ക് ധൃതിയായിട്ടോ, കാരണം സമയം അടുത്തു കുളിക്കണം കേട്ടോ. ബിരിയാണി ഇതെന്ത് ബിരിയാണിയാ?
ഇത് കിത്തിത്തെ ബിരിയാണി അല്ലേ? ചെട്ടിനാട് ചിക്കൻ കറി വേണം. ആവശ്യമുള്ള എടുത്തോളില്ലേ? ഇത്ര കഴിക്കോ അതി ചോറ്? നമ്മുടെ കൊണ്ടുവച്ചോ കഴിച്ചോ. അപ്പോൾ ആദ്യമൊരു ലെഗ് പീസും കൊടുത്തു, ഞാനൊരു ലെഗ് പീസ് എടുത്തു. ആമിക്ക് പിന്നെ എല്ലില്ലാത്ത പീസുകളാണ് ഇഷ്ടം, അപ്പോൾ ആമിക്ക് അങ്ങനെ കൊടുത്തു. അപ്പോൾ പിന്നെ ഞാൻ കറി അവിടെ കൊണ്ടുവച്ച് കൊടുത്തു, നമുക്ക് ആവശ്യമുള്ളത് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. എനിക്ക് അങ്ങോട്ട് ആ മസാല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് മസാലയുടെ കുഴപ്പമില്ല, അതിൻ്റെ കിറ്റിൻ്റെ കുഴപ്പമില്ല, ഞാനത് ചിക്കൻ ഇടാതെ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമാണ്. പക്ഷെ ഞങ്ങൾ കഴിച്ചു, വേസ്റ്റ് ഒന്നും ആക്കിയില്ല. ഒരു സൺഡേ ബിരിയാണി കുക്കിങ്ങും കാലത്തുള്ള കുറച്ച് വിശേഷങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Thanks for watching.